ആർമീസ്. ഇത് ആറിഷുവറിന്റെ 5th എപ്പിസോഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് 50 മിനിറ്റിൽ കൂടുതലുള്ളൊരു എപ്പിസോഡാണ്. അപ്പൊ നമ്മൾ മാക്സിമം ചുരുക്കിയാണ് ഇത് പറയുന്നത്. തുടക്കം തന്നെ ഇവർ 4th എപ്പിസോഡിന്റെ നേരത്തെ പ്രിവ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട്. 5th എപ്പിസോഡ് തുടങ്ങുന്നതായിട്ട് കാണിക്കുമ്പോൾ തന്നെ നൈറ്റിൽ ഇവര് ഡ്രൈവ് ചെയ്ത് ഡിന്നർ കഴിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവര് 3 പേരും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ 3 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അങ്ങനെ 3 പേരും ഡിന്നർ കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ഇവര് 3 പേരും കഴിക്കാനിരുന്ന് കഴിയുമ്പോൾ ഫുഡ് അങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ട രീതിയാണ്. ഓർക്ക് വന്നപ്പോഴേ ജങ്കുക്ക് ആണെങ്കിൽ അത് ഗ്രില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായി. വീൻ ജിമ്മിന് അവിടുന്ന് കുറച്ച് മാറി നിൽക്കുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അവരെ ആ സീനിൽ കാണിക്കുന്നില്ല. ജങ്കുക്ക് ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ പോർക്കൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ജിമ്മിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ ജങ്കുക്കിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്, ഫുഡിന്റെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ജിമ്മിൻ ഒരുപാട് കാര്യങ്ങൾ ജങ്കുക്കിനോട് സംസാരിക്കുന്നുണ്ട്. ജങ്കുക്ക് ആണെങ്കിൽ പോർക്ക് ഗ്രില്ല് ചെയ്യുന്നതിനിടയിൽ ജിമ്മിന് വേണ്ടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ജങ്കുക്ക് ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഷെഫിനെയൊക്കെ പോലാണ് അവിടെ നിന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് നോക്കുന്നത്. ജിമ്മിനാണെങ്കിൽ ജങ്കുക്ക് അഡോറബിൾ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ജിമ്മിൻ ഈ ഷട്ടിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഫോട്ടോ എടുക്കുന്നതിനിടയിലൊക്കെ ആളുടെ സ്മൈലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്കിയുള്ള എപ്പിസോഡിലെല്ലാം ടീഷർട്ട് ഇട്ടിട്ട് ഇതിൽ ഷർട്ട് ഇട്ടുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല ജിമ്മിന് ഷർട്ടാണെങ്കിൽ ഫ്രണ്ട് ഭാഗം പെയിന്റ് തെറിച്ച പോലാണ് ഇരിക്കുന്നത്. പക്ഷെ ജിമ്മിന് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ആ കളറും ജിമ്മിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ജങ്കുക്ക് ആണെങ്കിൽ ഫുഡ് ഗ്രില്ലെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് വിയു അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ 3 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ജിമ്മിനാണെങ്കിൽ ഷെഫിന് തന്നെ ആദ്യം ഫുഡ് കൊടുക്കാമെന്നും പറഞ്ഞ് ജങ്കുക്കിന് ഫുഡ് കൊടുക്കാനായിട്ട് നീട്ടുന്നുണ്ട്. ജങ്കുക്ക് ആണെങ്കിൽ സ്വന്തം ഫുഡിൽ ഓൾറെഡി ഫോക്കസ്ഡ് ആയതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നു. ജിമ്മിനാണെങ്കിൽ എന്നാ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് അത് തന്നെ കഴിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ അടുത്തതായിട്ട് സോജു വേണോ ബിയർ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. വി ആണെങ്കിൽ എനിക്കൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ബാക്കി 2 പേരും എന്നാ ബിയർ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ സോജു ഓർഡർ ചെയ്യണോ എന്നൊക്കെ കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജങ്കുക്കും ജിമ്മിനും സോജു കുടിക്കുന്നതായിട്ടാണ്. ജിമ്മിനും ജങ്കുക്കും ആണെങ്കിൽ സോജു കുടിക്കുന്നതിനിടയിൽ വാവു എന്നൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ വി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇതിന് ഇത്രയ്ക്ക് ടേസ്റ്റ് ആണോ എന്ന്. അപ്പൊ വിക്ക് ജിമ്മിനാണെങ്കിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടെ ജങ്കുക്കും പറയുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് വി ആണെങ്കിൽ ജങ്കുക്കിനെ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന പാട്ടില് ജിമ്മിൻ പറയുന്നുണ്ട് ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഇരിക്കുവാണല്ലോ, അവര് ഫുഡ് കഴിച്ചു കാണുമോ, അവർക്കൂടെ നമ്മൾ ഫുഡ് കൊടുത്താലോ. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് കൊള്ളാം, അതൊരു നല്ല ഐഡിയ ആണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ജിമ്മിനാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് കൊടുക്കാനുള്ള രീതിയിൽ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ജിമ്മിനാണെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ക്രൂ മെമ്പേഴ്സ് എണീറ്റ് പോകുന്നുണ്ട്. അപ്പൊ ജിമ്മിന് അയ്യോ ഇവര് പോവാണോ എന്നുള്ള രീതിയിൽ ജിമ്മിൻ തന്നെ അത് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. വിയും ജങ്കുക്കും ഇത് കണ്ടിട്ട് അവര് പോയോന്ന് പറഞ്ഞ് ജിമ്മിന്റെ കൂടെ അവരും ചിരിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ജിമ്മിൻ തന്നെയാണ് കൂടുതൽ ചിരിക്കുന്നത്. ജിമ്മിന്റെ സോൾമേറ്റ് ആയ വി തന്നെ ജിമ്മിനിട്ടൊരു താങ്ങ് കൊടുക്കുന്നുണ്ട്. നിന്റെ ഫുഡ് കഴിക്കേണ്ടതുകൊണ്ടാന്ന് തോന്നുന്നു അവര് പോയെന്ന് പറഞ്ഞ് ജിമ്മിനെ കളയാക്കുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ അതൊക്കെ പുല്ല് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ചമ്മിയതൊന്നും ഒരു വിഷയമല്ല ആൾക്ക്. ജിമ്മിനാണെങ്കിൽ അതൊന്നും സാരമില്ല, ഞാൻ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ജങ്കുക്കിന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വി ആണെങ്കിൽ വിയുടെ ഫോണിൽ ജിമ്മിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് ജിമ്മിൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ പോലെ ഗുഡ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കണമെന്ന്. ജിമ്മിനാണെങ്കിൽ അതൊരു തമാശ രീതി പറയുന്നതാണ്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് ഞാൻ അത്ര ഹാൻസോ ഒന്നും അല്ലെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ആര് പറഞ്ഞു നീ ഹാൻസോ ആണല്ലോ എന്ന്. എന്നിട്ട് ജിമ്മിൻ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പൊ കുറച്ച് ഓൾഡ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന്. അപ്പൊ വി ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ തോന്നിയെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് നമ്മുടെ പഴയ ഗ്രൂപ്പ് ഫോട്ടോസും ഇപ്പോഴും നോക്കുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് നമ്മൾ ഓൾഡ് ആയതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഒരുപാട് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. 10 years ഓഫ് ഫ്രണ്ട്ഷിപ്പും അതുപോലെ അവർ ഒരുമിച്ച് ഗ്രോ അപ്പ് ആയതാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ വി പറയുന്നുണ്ട് ജിന്നിനെ നോക്കുവാണെങ്കിൽ ജിന്നി ഭയങ്കര ഹാൻഡ്സം ആണ്, അതുപോലെ ഫിസിക്കലി നല്ല ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. പിന്നെ ഇവര് പറയുന്നത് മിലിറ്ററി പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാലോ ഈ വീഡിയോ ഇവര് മിലിറ്ററി പോകുന്നതിന് മുമ്പ് എടുത്തതാണെന്ന്. ജിമ്മിനും ജങ്കുക്കും ആണെങ്കിൽ ബഡി സിസ്റ്റം ആണല്ലോ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരെന്തായാലും മിലിറ്ററിയിൽ ഒരുമിച്ചായിരിക്കും. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് എന്നോട് ഹൈയിങ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അടിപിടിക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്, സാധാരണ അങ്ങനെയാണെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ഞങ്ങൾ അടിപിടിക്കത്തൊന്നുമില്ല, ഞങ്ങൾ പരസ്പരം ഹെൽപ്പ് ചെയ്യത്തുള്ളെന്ന്. ജങ്കുക്ക് ജിമ്മിൻ പറയുന്നുണ്ടല്ല എഗ്രി ചെയ്ത് കഴിഞ്ഞ് പറയുന്നുണ്ട് നീ പക്ഷെ എന്റെ അപ്പഴ ഹെഡ് സേവ് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ പരസ്പരം ചിരിക്കുന്നുണ്ട്. ജിമ്മിനും ഇത് കേട്ടിട്ട് ചിരിക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരൊരു എക്സ്പ്രഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വി പറയുന്നുണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫ്രൈഡ് ചിക്കൻ ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ശരിയാ, പക്ഷെ ജങ്കുക്ക് ആണെങ്കിൽ ഞാൻ ഡയറ്റിങ്ങിലാണ്, ഞാൻ ഒരുപാട് ഫുഡൊന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ജങ്കുക്കാണ് മോസ്റ്റ് ഫ്രൈഡ് ചിക്കനും തിന്നെന്ന്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് ഞാൻ എന്റെ മനസ്സിനെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഫ്രൈഡ് ചിക്കൻ കഴിക്കണ്ട കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ വി പറയുന്നുണ്ട് ശരിയാ, എന്നിട്ട് നീ ആണല്ലോ കൂടുതലും കഴിച്ചതെന്ന്. ഡിന്നർ കഴിച്ച് ഇറങ്ങുന്ന സീനിൽ ജിമ്മിനാണെങ്കിൽ ഒരു പൂച്ചനെ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ജിമ്മിന് പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ ജിമ്മിനാണെങ്കിൽ ആ പൂച്ചയായിട്ട് കുറെ നേരം പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്ത ഭാഗത്താണെങ്കിൽ ജങ്കുക്ക് ഒരു പട്ടിയായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ആ ഡോഗ് ആണെങ്കിൽ ജങ്കുക്കിന്റെ കൂടെ ഓടുന്നുണ്ട്. ജങ്കുക്ക് ആണെങ്കിൽ നൈറ്റ് റണ്ണിന് പോകാന്ന് പറഞ്ഞാണ് ആ ഡോഗുമായിട്ട് പോകുന്നത്. ഡോഗ് ആണെങ്കിൽ ജങ്കുക്ക് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, സിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ ആദ്യം ഡോഗിന് മനസ്സിലാവുന്നില്ല, ഡോഗ് ഇതെന്തുവാ ഈ പറയുന്നതെന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജങ്കുക്ക് പറയുന്ന പോലെ എല്ലാ ഡോഗ്
ചെങ്കു കാണിക്കുന്നുണ്ട്. ചെങ്കുക്കാണെങ്കിൽ ഇവനെ എക്സൈറ്റഡ് ആയിട്ട് അതുമായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഡോഗിലാണെങ്കിൽ ചെങ്കുക്കിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം ചെങ്കു പറയുന്ന എല്ലാം കേട്ട് ചെങ്കുവിന്റെ കൂടെ കളിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും പാവം ബമ്മ്. പിന്നെ ഇവര് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. വി ആണ് ഡ്രൈവ് ചെയ്യുന്നത്. ജിമ്മിനും വീടും കൂടെ ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പുണ്ട്. ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ചെങ്കുക്കാണ്. ഇവര് സോങ് ഒക്കെ കേട്ടാണ് പോകുന്നത്. പോകുന്നതിനിടയിൽ ഇവരൊരു പാട്ടിട്ട് കഴിയുമ്പോഴത്തേന് വി പറയുന്നുണ്ട്, ഇത് നമ്മൾ എലിമെന്ററി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ റിലീസ് ആയതല്ലേ എന്ന്. അപ്പൊ അവര് ശരിയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ ആ പാട്ടും പാടി പോകുന്നു. ഇവർ ആ പാട്ട് പാടുന്ന കേൾക്കാനായിട്ട് നല്ല രസമാണ്. രണ്ടുപേരും മാറി മാറി പാടുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ ബാക്ക് സീറ്റിൽ ഇരുന്ന് ഫോണിൽ എന്തോ ചെയ്യുവാണെന്ന് തോന്നുന്നു. അവരങ്ങനെ നേരെ അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഹൗസിൽ വന്നിട്ടുണ്ട്. വീട്ടിലെത്തി ഇവര് നേരെ ഇവരുടെ ലക്ഷ്യസ്ഥാനമായ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ആദ്യം തന്നെ വീനെയും ജിമ്മിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും ആണെങ്കിൽ പൂളിൽ തന്നെ ഉണ്ട്. എന്നിട്ട് പരസ്പരം വാട്ടർ ഗണ്ണ് വെച്ച് വെടിവെക്കാനൊക്കെ നോക്കുന്നുണ്ട്. ജിമ്മിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, വീട് ആണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് വി പറയുന്നുണ്ട്, അയ്യോ എന്റെ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ജിമ്മിന് അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ചെങ്കുക്കിനെ തപ്പിപ്പോകുന്നുണ്ട്. ചെങ്കുക്കാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. 3 പേരുമാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള 3 പൂക്കളൊക്കെ ഉള്ള കാവാലം ചെട്ടികളാണ് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ജിമ്മിനാണെങ്കിൽ ചെങ്കുക്കിനെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ചെങ്കുക്കിന്റെ ആ നിപ്പ് കണ്ടപ്പോഴാണ് എനിക്കത് തോന്നുന്നത്. അപ്പോഴാണ് ശ്രദ്ധിച്ചത് 3 പേരുടെ 3 കളറുള്ള വെറൈറ്റി ആണല്ലോ എന്ന്. ഇത് കഴിഞ്ഞ് ചെങ്കുക്ക് നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ഇവർ 3 പേരും വെള്ളത്തിലാണ്. പക്ഷെ എനിക്കിത് മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വി ആണെങ്കിൽ വെള്ളത്തിനടിയിലുള്ള ജിമ്മിനെയും ചെങ്കുക്കിനെയും വാട്ടർ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൾ എന്താണ് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് ചെങ്കുക്കാണെങ്കിൽ വെള്ളത്തിന്റെ അടി കിടന്ന് എങ്ങനെയാണ് ഉറങ്ങുന്നതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ ഒരു ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ജിമ്മിനും അതുപോലെ ചെയ്യാൻ നോക്കുന്നുണ്ട്. വി ആണെങ്കിൽ ഇതെല്ലാം കണ്ട് ചിരിക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ 3 പേരും കൂടെ വെള്ളത്തിന്റെ അടി കിടന്ന് സ്റ്റോൺ പേപ്പർ സിസർ ഒക്കെ കളിക്കുന്നുണ്ട്. ചെങ്കുക്കിന്റെ സ്കിൽ ഒരു അപാരം തന്നെ. കാരണം ചെങ്കുക്കാണെങ്കിൽ വെള്ളത്തിന്റെ അടി കിടന്ന് പുഷപ്പ് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ജിമ്മിനും വിയും ആണെങ്കിൽ ഇത് കണ്ട് ചിരിച്ചോണ്ടേ ഇരിക്കുവാണ്. എന്നിട്ട് ഇവരും ഇതുപോലൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കൂടുതലും ജിമ്മിനാണ് ചെയ്യാനായിട്ട് നോക്കുന്നത്. വി ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരിക്കുവാണ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് വി നേരെ പൂളിൽ നിന്ന് അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട്, നീ എന്താ അകത്തേക്ക് പോവാണെന്ന്. അപ്പൊ വി പറയുന്നുണ്ട്, ഞാൻ പോവാൻ. ഇത് പറഞ്ഞ് ചെങ്കുക്കും പതുക്കെ അകത്തോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്, പാവം ജിമ്മിൻ കയറാതിരിക്കാൻ. പക്ഷെ ജിമ്മിനാണെങ്കിൽ പൂളിൽ നിന്ന് തന്നെ ഒരു ബാഡ് ഫീലിംഗ് അടിക്കും. എന്തോ ഒരു ദജാവ് തോന്നുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ജിമ്മിനാണ് നേരെ അകത്ത് കയറാൻ പറ്റാതെ വെളിയിൽ നിന്ന് ഒരു ടവലൊക്കെ തലയിലിട്ട് നിപ്പുണ്ട്. ശരിക്കും പറഞ്ഞത് ഒരു ഫണ്ണി സീനാണ്. ചെങ്കുക്കാണ് അകത്ത് നിന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. ആ സീനിൽ വീനെ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ട് ചെങ്കുക്ക് വാല് തുറക്കുമ്പോൾ ജിമ്മിനകത്ത് കയറുന്നുണ്ട്. എന്നെ ഭയങ്കര കോൾഡ് ആണെന്നൊക്കെ ജിമ്മിൻ പറയുമ്പോൾ ചെങ്കുക്കാണെങ്കിൽ ആ ടവല് വെച്ച് ജിമ്മിനിട്ട് അടിക്കുന്നു. ജിമ്മിനാണെങ്കിൽ ആർ യു റെഡി എന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആ ടവല് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട്, നിർത്ത്, ഇങ്ങനെ അടിയൊന്നും പിടിക്കേണ്ട, കാരണം നമ്മൾ അത്ര കിഡ്സ് ഒന്നും അല്ല, പ്രത്യേകിച്ച് ഞാൻ അടുത്ത വർഷം ഞാൻ 30 ആകുമെന്ന് ജിമ്മിൻ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ചെങ്കുക്കാണെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ആ സമയം കൊണ്ട് ചെങ്കുക്കിനെ ജിമ്മിൻ തിരിച്ചടിക്കുന്നുണ്ട്. ഇതൊക്കെ ജിമ്മിന്റെ ഒരു ട്രിക്ക്. ജിമ്മിനാണെങ്കിൽ എനിക്കും വയസ്സായി എന്റെ വീടിനും വയസ്സായി എന്നുള്ള ട്രാക്കാണ് ഇറക്കാൻ നോക്കിയത്. ജങ്കുക്കാണെങ്കിൽ അതിൽ വീഴുകയും ചെയ്തു. ഇവിടുന്ന് കട്ട് ചെയ്ത് നെക്സ്റ്റ് സീന് ജിമ്മിന് ജങ്കുക്ക് നേരെ ഉറങ്ങാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. വി ഓൾറെഡി ബെഡിൽ ഉറങ്ങി കിടപ്പുണ്ട്. ജങ്കുക്കാണെങ്കിൽ നിലത്തും കിടക്കും. ജിമ്മിനാണെങ്കിൽ വീട് അപ്പുറത്തായിട്ടുള്ള ബെഡിലും കിടന്ന് ഉറങ്ങുന്നു. പിന്നെ കാണിക്കുന്നത് നെക്സ്റ്റ് മോർണിംഗ് ആണ്. മോർണിംഗിലാണെങ്കിൽ ഫസ്റ്റ് എണീക്കുന്നത് ജിമ്മിനാണ്. ജിമ്മിൻ നേരെ എണീറ്റിട്ട് ജങ്കുക്കിനെ ഉണർത്താനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആ പരിസരത്തൊന്നും വീനെ കാണുന്നില്ല. ജങ്കുക്ക് അതിനിടയ്ക്ക് വി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പ്രീവിയസ് സീനാണ് കാണിക്കുന്നത്. അതായത് വി എവിടെ പോയെന്നുള്ളതാണ്. വി ഇവരെക്കാളും ഒക്കെ മുമ്പ് എണീക്കുന്നുണ്ട്. ജിമ്മിന് എവിടെ പോകാൻ ചോദിക്കുമ്പോഴത്തേന് ഞാൻ മോർണിംഗ് വർക്കൗട്ടിന് പോവാന്ന് പറഞ്ഞാണ് വി പോകുന്നത്. നെക്സ്റ്റ് സീനിൽ ഇവർ 3 പേരും കൂടെ ഒരു ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് എത്തുന്നു. ഇവിടെ ഇരുന്നവർ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ നിർത്താതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആണെങ്കിൽ ആദ്യം കഴിച്ചു കഴിഞ്ഞു. ജിമ്മിനും ഗീവ് അപ്പ് ചെയ്തു. പക്ഷെ ജങ്കുക്കാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 റൗണ്ടെങ്കിലും ജങ്കുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ ഇവര് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. നേരത്തെ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തന്നെ. വിയും ജിമ്മിനും കാറിലും അതുപോലെ തന്നെ ചെങ്കുക്കാണ് ചെങ്കുക്കിന്റെ ബാക്കിലുമാണ് പോകുന്നത്. വിയും ജിമ്മിനും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതിനിടയിൽ ജിമ്മിൻ കേട്ടിട്ടില്ലാത്തൊരു ബോർഡ് കണ്ടിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ വി പറയുന്നുണ്ട്, ജിമ്മിനെ നീ നോൺസെൻസ് പറയാതെന്ന്. അപ്പൊ ജിമ്മിൻ ഒരു പൗട്ടി രീതിയിൽ വെക്കുന്നുണ്ട്. ഒരു സാഡ് ആയ പോലാണ് ജിമ്മിന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജിമ്മിനെ ഒന്ന് കംഫോർട്ട് ആകാൻ എന്ന പോലെ വി ഒരു ബിൽഡിംഗ് കണ്ടിട്ട് പറയുന്നുണ്ട്, കംഫോർട്ട് നോ സ്റ്റാൻഫോർഡ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു വേഡ് ഗെയിം കളിക്കുന്ന പോലെ ചുമ്മാ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വി ഉറങ്ങിപ്പോവാണ്. ജിമ്മിനാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് കറക്റ്റ് അവരുടെ ഹൗസിലേക്ക് വരുന്നു. വി ആണെങ്കിൽ ഓൾറെഡി ഉറങ്ങിയല്ലോ. ജിമ്മിനാണെങ്കിൽ വീനെ ഉണർത്തുന്നുണ്ട്. എന്നിട്ട് വി ആണ് ഓടിപ്പോയി കടലിൽ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന സീനിലെ കിച്ചണില് ചെങ്കുക്കും ജിമ്മിനും കുക്ക് ചെയ്യുന്നതാണ്. ചെങ്കുക്കാണ് കുക്ക് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് ജിമ്മിനും ഉറങ്ങിപ്പോകുന്നു. ചെങ്കുക്കാണെങ്കിൽ നേരത്തെ ഒരു ക്രൂ മെമ്പേഴ്സിന്റെ കൂടി ഇരുന്നപ്പോൾ കഴിച്ച ഫുഡ് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ചെങ്കുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് വിയും ജിമ്മിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരാണെങ്കിൽ ഫുഡെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ചെങ്കുക്ക് ക്രൂ മെമ്പേഴ്സിനും ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ക്രൂ മെമ്പേഴ്സും ഫുഡെല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേന് ഈ എപ്പിസോഡ് അവിടെ തീരുവാണ്. ലാസ്റ്റ് എപ്പിസോഡിന്റെ ഭാഗത്ത് ഒരു ക്യൂട്ടായിട്ട് അവർ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്.
വി പറയുന്നുണ്ട് എനിക്കിവിടെ വന്നിട്ട് നല്ല യങ് ആയിട്ട് എനിക്ക് സ്വയം തോന്നുന്നുണ്ടെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ശരിയാ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന്. ജങ്കുക്കും അതിനെ എഗ്രി ചെയ്യുന്നുണ്ട്. വി ആണെങ്കിൽ തമാശ രൂപേണ ജിമ്മിനോട് പറയുന്നുണ്ട് നിന്നെ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് നല്ല യങ് ആയിട്ടാണ് തോന്നുന്നത്. ജിമ്മിനാണെങ്കിൽ വിയോട് എഗ്രി ചെയ്തിട്ട് പറയുന്നുണ്ട് നീ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ എനിക്കിത് എൻജോയ്മെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് യങ് ആയിട്ട് തോന്നുന്നത് നീ ഉള്ളത് കൊണ്ടാണെന്ന്. അപ്പോ ജങ്കുക്കും പറയുന്നുണ്ട് യങ്ങർ മെമ്പേഴ്സിന്റെ കൂടെ ആയതുകൊണ്ട് ഞാനും ഇത് എൻജോയ് ചെയ്തെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ആറും ഇത് കേൾക്കണ്ടെന്ന്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, നാംചുഹായും കേട്ടാലും കുഴപ്പമില്ലെന്ന്. അതും പറഞ്ഞ ആ എപ്പിസോഡ് അവിടെ എൻഡ് ആകുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഭാഗത്ത് കുറച്ചും കൂടെ കാണിക്കുന്നുണ്ട്. 3 പേരും ക്യൂട്ടായിട്ട് ബേബീസിനെ പോലെ അഭിനയിക്കുന്നുണ്ട്. ആ ഭാഗം കാണാൻ ശരിക്കും ക്യൂട്ടാണ്. നിങ്ങൾ അത് ഓൾറെഡി വീഡിയോസിലൊക്കെ കണ്ടു കാണുമായിരിക്കുമല്ലോ. ശരിക്കും അവർ ആ ഭാഗത്ത് എപ്പിസോഡ് എൻഡപ്പ് ചെയ്തതിന്റെ ബൈ പറയാൻ വരുന്നതാണ്. അപ്പൊ ബൈ ആർമീസ്, നെക്സ്റ്റ് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് കാണാം.